ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പ്രതിരോധ തന്ത്രപ്രധാനമായ സഹകരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം അല്പം താഴേക്ക് പോയോ എന്ന് സംശയിച്ചിരിക്കുന്ന സമയത്താണ് ഇസ്രായേൽ ഇന്ത്യയെ പ്രധാന തന്ത്രപരമായ സഖ്യകക്ഷി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ അമീർ ബറാമിന്റെ ഇന്ത്യ സന്ദർശനം ഈ ബന്ധത്തിന്റെ പ്രാധാന്യം വീണ്ടും ഊട്ടിയുറപ്പിച്ചിരിക്കുന്നു. ഇന്ത്യ ഇസ്രായേൽ ബന്ധം 1992 പൂർണ്ണ ഡിപ്ലോമാറ്റിക് ബന്ധം സ്ഥാപിച്ചതോടെയാണ് ശക്തമായത്. 1947 UN പാലസ്തീൻ വിഭജന പദ്ധതിക്കെതിരെ ഇന്ത്യ വോട്ട് ചെയ്തെങ്കിലും 1950 ഇസ്രായേലിനെ ഇന്ത്യ അംഗീകരിച്ചു. 1971 99 യുദ്ധങ്ങളിൽ ഇസ്രായേൽ ഇന്ത്യക്ക് ആയുധങ്ങളും രഹസ്യാന്വേഷണ വിവരങ്ങളും നൽകിയിരുന്നു. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതോടെ ഈ ബന്ധം സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പായി ഉയർന്നു. 2017 ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി ഇസ്രായേലിലേക്ക് ചരിത്രപരമായ സന്ദർശനവും നടത്തി. ഇപ്പോൾ തന്നെ ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ സഹകരണം വിവിധ രീതികളിൽ നടക്കുന്നു. ബരാക് 8 മിസൈൽ സംവിധാനം, ഹെർമിസ് 900 ഡ്രോണുകൾ, ഫാൽക്കൺ എവാക്സ് എന്നിവ ഇന്ത്യ ഇസ്രായേൽ സംയുക്ത പദ്ധതികളാണ്. ഇസ്രായേൽ ഇന്ത്യക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് പുറമെ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ, സൈബർ സുരക്ഷാ മേഖലയിൽ ഇസ്രായേൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് പ്രതിരോധ പരിശീലനവും നൽകുന്നുണ്ട്. പുതിയതായി 2 ദിവസം മുമ്പാണ്, അതായത് ജൂലൈ 22 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ഇന്ത്യയിലെത്തിയത്. ഈ സന്ദർശനത്തിനിടെ ന്യൂഡൽഹിയിൽ വെച്ച് അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായും ചർച്ചകൾ നടത്തി. ഇതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തന്ത്രപ്രധാനമായ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ഗവേഷണ വികസന സഹകരണവും സംയുക്ത നിർമ്മാണ സഹകരണത്തെക്കുറിച്ചുമുള്ള ചർച്ചകളും നടന്നു. ഇന്ത്യയെ ഇസ്രായേൽ പ്രധാന തന്ത്രപരമായ സഖ്യകക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു സാധാരണ പ്രസ്താവനയല്ല, മറിച്ച് ഇരു രാജ്യങ്ങളും പൊതുവായ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിനാൽ തന്നെ പ്രതിരോധ വ്യവസായ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണിത്. പ്രത്യേകിച്ച് പുതിയ നിർദ്ദേശപ്രകാരമുള്ള റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് എഗ്രിമെന്റ്, അതായത് റെലോ. ഇത് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള അമേരിക്കയുമായും ഫ്രാൻസുമായുള്ള കരാറുകൾക്ക് സമാനമാണ്. റെലോയുടെ ലക്ഷ്യം ഇരു രാജ്യങ്ങളും സൈനികർക്ക് പരസ്പരം ലോജിസ്റ്റിക്, ഇന്ധനം, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധികളിൽ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ബറാമിന്റെ ഈ സന്ദർശനത്തിൽ ഇത്തരം കരാറുകളുടെ സാധ്യത ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ സന്ദർശനത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു വശം ഇന്ത്യൻ പ്രതിരോധ കമ്പനികളുമായി ബറാം കൂടിക്കാഴ്ച നടത്തിയെന്നതാണ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞതനുസരിച്ച് ഇരുപക്ഷവും ദീർഘകാല വീക്ഷണത്തോടെയുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ഈ സന്ദർശനം ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ ബന്ധങ്ങളിൽ ഒരു നാഴികക്കല്ലാണ്. ഇരു രാജ്യങ്ങളും തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ഗവേഷണം, വികസനം, സംയുക്ത നിർമ്മാണം, സാങ്കേതിക കൈമാറ്റം എന്നിവയിലൂടെ ഇന്ത്യയും ഇസ്രായേലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഈ മേഖലയിലെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വലിയ സംഭാവനകൾ നൽകും. പ്രതിരോധത്തിനപ്പുറം ഇന്ത്യ ഇസ്രായേൽ ബന്ധം കൃഷി, ജലസംരക്ഷണം, സാങ്കേതികവിദ്യ എന്നിവയിലും വളരുന്നു. 2008 ഇന്ത്യ ഇസ്രായേൽ കാർഷിക പദ്ധതികൾ ആരംഭിച്ചിരുന്നു. 2022 ഏകദേശം 7500 കോടിയുടെ വ്യാപാരം നടന്നു. 2023 മുതൽ 35 കാർഷിക മികവ് കേന്ദ്രങ്ങൾ 13 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. I2U2 ഗ്രൂപ്പ് വഴി, അതായത് ഇന്ത്യ, ഇസ്രായേൽ, UAE, US, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ പോലുള്ള പദ്ധതികളും മുന്നോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇസ്രായേലുമായുള്ള ബന്ധം അതിപ്രധാനമാണ്. ഇനി ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ.